ഇന്ന് രാവിലെ മുട്ടക്കറിയും ഗോതമ്പ് പുട്ടും ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3 മുട്ടയൊക്കെ എടുത്ത് കുക്കറിലിട്ട് ഉപ്പുമൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കുവാണേ. അപ്പം ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്, ഗോതമ്പ് പുട്ട്. അപ്പം അതവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പെരിയെ ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചൊറിയാനായിട്ട് എൻ്റെ നാത്തൂൻ ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എന്നേച്ചപ്പം തൊട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണേ. എന്നാ പറയുന്നത്, എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അവൾ കിടന്നുകൊണ്ട് വീഡിയോയും കൂടെ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നോട് അവൾ പറഞ്ഞു, ചേച്ചി ഞാൻ വീഡിയോ എടുക്കാം, ചേച്ചി ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് നല്ല രീതിക്കൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വഴക്കും ഉണ്ടാക്കും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ ജിസഞ്ചേനുമായിട്ടൊന്ന് ചൊറിയാനായിട്ട് പോയി. ചൊറിയുന്നതാണ് ആ കാണുന്നത്. രാവിലെ പുളി പെറുക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്നിങ്ങനെ ചൊറിയും. നല്ല രസമല്ലേ രാവിലെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടത്തുള്ളൂ. രാത്രി വരുന്നത് സൂപ്പർ മാർക്കറ്റിലല്ലേ, അപ്പം രാത്രി വരുന്നത് 10:30 ആവും. വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ കോമഡികളൊന്നും പറയില്ല, കൂടുതലും രാവിലെയാണ്. അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നിനക്കിട്ട് ഞാൻ മുട്ടയ്ക്ക് ഞാൻ എറിഞ്ഞ് ഞാൻ താഴെ ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ ഇങ്ങനെ പറഞ്ഞ് ഓരോന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മുട്ടക്കറി എല്ലാം സെറ്റായി. ഇനി നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത് നനച്ചിട്ട് പുട്ടുണ്ടാക്കുവാണ്. പിന്നെ ഞങ്ങൾ എന്നാ പറയുന്നത്, ഇന്നെല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അടുക്കളയിലൊന്നും അല്ല ഇന്ന് കഴിച്ചത്. ഇന്ന് നമ്മൾ ടേബിളിൽ തന്നെ പോയിരുന്നു. അപ്പം തന്നെ അലോണയ്ക്കും മുനും ഞങ്ങൾക്ക് പുട്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്നലത്തെ മാവൊക്കെ ഇരുന്നത് കുറച്ചെടുത്ത് ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ മുട്ടക്കറിയും അവർക്ക് ദോശയും ഉണ്ടാക്കി. എനിക്കും ജിസഞ്ചേട്ടനും ഞാൻ പുട്ടും ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ പോയിരുന്ന് കഴിക്കുകയൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിസഞ്ചേട്ടൻ പോകാറായപ്പോഴത്തേന് ചായ തേയിലപ്പൊടിയൊക്കെ ഇട്ട് ആവാറായില്ലായിരുന്നു. അതിന് ഞാൻ പെട്ടെന്ന് കട്ടൻ കാപ്പി എടുത്തിട്ട് അതിലേക്ക് പാലൊക്കെ ഒഴിച്ചിട്ട് പെട്ടെന്ന് കൊണ്ട് കൊടുക്കുകയാണ്. പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുട്ടൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പോയിരുന്ന് കഴിച്ചു കേട്ടോ. ഇത് ഞങ്ങളുടെ ഓരോ ദിവസവും ഇങ്ങനെയാണ്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴക്കും കുറച്ച് കോമഡിയും കുറച്ച് റൊമാൻസും ഒക്കെ ചേർന്നാണ് ഞങ്ങളുടെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവാണേ. ഇതാണ് ഞങ്ങളുടെ ഗോതമ്പ് പുട്ട്. എനിക്കും എൻ്റെ കെട്ടിയവനും, നാത്തൂനും എൻ്റെ മോക്കും ദോശയും മുട്ടക്കറിയും, എനിക്ക് ഗോതമ്പ് പുട്ടും മുട്ടക്കറിയും. മുട്ട കഴിക്കാറില്ല കേട്ടോ. മഞ്ഞപ്പിത്തം 2 പ്രാവശ്യം വന്നതുകൊണ്ട് മുട്ട ഇറച്ചി ഇങ്ങനെയുള്ളതൊന്നും കഴിക്കാറില്ല. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കും, പക്ഷേ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മൂ എനിക്ക് കൊതി കിട്ടുമടി, നീ ദൈവത്തെ ഓർത്ത് ഇതൊന്നും എടുക്കല്ലേ, സമ്മതിക്കണ്ടേ ഇങ്ങനെ ഓരോ